ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അങ്ങനെ വലിയ ധാരണയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് ചോദിച്ചും അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. നമുക്ക് കണ്ണൻ ചേട്ടനെയൊക്കെ വിളിച്ച് ചോദിക്കാം അല്ലേ, എങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. അതിനുശേഷം തൈര് ഒഴിക്കുവാണ്. നമ്മൾ എടുക്കുന്ന ചിക്കൻ ആവശ്യമായിട്ടുള്ള അത്രയും മാത്രം തൈര് എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സാക്കി അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ തക്കാളി ആവശ്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അടുപ്പത്ത് എണ്ണ ഒഴിച്ച് കുറച്ച് സവാള വഴറ്റിയെടുക്കാം. കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ പേസ്റ്റ് ആക്കിയത് ഈ ചേരുവയിലിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പൊടികൾ ആഡ് ചെയ്യാണ്. മല്ലിപ്പൊടി ഇട്ടു, അതിനുശേഷം നമ്മൾ മുളക് പൊടി ഇടുന്നു. ദെൻ അതിലേക്ക് ബിരിയാണി മസാലയാണ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ ആ തക്കാളി ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് ഉടഞ്ഞൊക്കെ കിട്ടണം. ദെൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ കറി അവിടെ ഇരുന്നാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് റൈസ് സെറ്റ് ചെയ്തെടുക്കാം. റൈസിന് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഒനിയൻ ഫ്രൈ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂസ് ആവശ്യമാണ്, ഉണക്കമുന്തിരി ആവശ്യമാണ്, കുറച്ച് ഏലക്ക, ഗ്രാമ്പു, പട്ട ഐറ്റംസ് ഒക്കെ വേണം. നമ്മളിവിടെ പാചകത്തിനായിട്ട് എടുത്തിരുന്നത് കലമായിരുന്നു. നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ മതി. അപ്പോൾ ആ കലത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ഗീയൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയപ്പോഴത്തേനും അതാ നമ്മുടെ ചിക്കൻ കറി ഏറെക്കുറെ തിളച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തൽക്കാലം അടച്ചു വെക്കാം. നമുക്ക് റൈസ് ഉണ്ടാക്കണമല്ലോ. പാത്രത്തിൽ ഗീയോ എണ്ണയും തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അയല, അതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റ് ആവുന്നില്ല, സ്റ്റാർ, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ദെൻ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കലത്തിൻ്റെ പകുതി എത്താറാവുന്നിടം വരെയാണെന്ന് തോന്നുന്നു, ഞാനിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരി അവിടെ കിടന്നാവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പപ്പടം പൊള്ളിച്ചെടുക്കാം. അതിൽ തന്നെ കുറച്ച് ചിക്കനും പൊരിച്ച്, പിന്നെ 3-4 മുട്ടയും പുഴുങ്ങി. ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ റൈസൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ നമ്മുടെ ചിക്കനും ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളൊരു ചരുവത്തിലേക്ക് കുറച്ച് നമ്മുടെ ആ ചിക്കൻ്റെ കുറച്ചിട്ടു. അതിന് മുകളിലേക്ക് ആയ റൈസും നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ മേലെ ചിക്കൻ ഇടുന്നുണ്ട്. അതുപോലത്തെ ആ പ്രോസസ്സ് നമ്മൾ വീണ്ടും ചെയ്യുവാണ്. വീണ്ടും അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ട് എഗ്ഗും നിരത്തി വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചു. കുറച്ച് നേരം അത് അങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മളത് തുറന്നു നോക്കി കേട്ടോ. നമ്മുടെ പരിമിതികൾ മൂലം ദം ഇടാനുള്ള സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഇതാ നോക്ക്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അടിപൊളി ചിക്കൻ ബിരിയാണി. ആ പ്ലേറ്റിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയത്, നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ച് ചിക്കൻ ഫ്രൈ, 2 പപ്പടം, കുറച്ച് ചള്ളാസ്, ഇച്ചിരി അച്ചാർ, ഇത്രയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വർഗ്ഗമല്ലേ. സോ നമ്മുടെ ഈ ചിക്കൻ ബിരിയാണിക്ക് സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കേണ്ടത് നമ്മുടെ അജയ് ചേട്ടനാണ്. അതായത് എൻ്റെ സ്വന്തം കണ്ണപ്പന ചേട്ടനാണ് നമുക്കെല്ലാം പറഞ്ഞു തന്നത്. ഇയാൾ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് എടുത്ത് റൈസൊക്കെ ഒന്ന് ഇളക്കി. സൂപ്പർ, അടിപൊളി. അങ്ങനെ ഞാൻ പാത്രം കാലിയാക്കി. അവൾ എൻ്റെ അത്രയ്ക്ക് ഫുഡി അല്ലാത്തത് കൊണ്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ കാലിയാക്കി നോക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 2 ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് വയറ്റിലെന്തോ കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഷേക്കും അടിച്ചു കുടിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.